വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കുമെന്ന മന്ത്രി എൻ ഷംസുദ്ദീൻ. ചില അംഗങ്ങൾക്ക് യോഗ്യതയില്ല എന്ന ആക്ഷേപങ്ങളുണ്ട്. കോടതി ഉത്തരവിനായി കാത്തുനിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. നിലവിലുള്ള വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഒരു ലിറ്റിഗേഷൻ വന്നിട്ടുണ്ട്. ആ വഖഫ് ബോർഡിന്റെ നിയമനത്തിൽ ചില അപാകതകളൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ട് അപ്പൊ ഞങ്ങൾ അത് വെയിറ്റ് ചെയ്യും. അതിൽ ബഹുമാനപ്പെട്ട കോടതി എന്താണ് പറയുന്നത് എന്നുകൂടി പരിഗണിക്കേണ്ടതുണ്ട്. ഈ വഖഫ് ബോർഡിൽ വിവിധ കോട്ടകളിൽ നിന്നാണ്, ഓരോ മേഖലയിൽ നിന്നാണ് ആളുകളെ കാറ്റഗറിയിൽ നിന്നാണ് നോമിനേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നോമിനേറ്റ് ചെയ്യപ്പെട്ട ചില കാറ്റഗറികൾ കറക്റ്റ് അല്ല എന്ന ചില ആക്ഷേപങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. LDF കാലത്തെ അംഗങ്ങളെ മാറ്റണമെന്ന് ലീഗിനെ ഒരു വിഭാഗം ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ വഖഫ് ബോർഡ് നിലവിൽ ഇടത് സർക്കാരിന്റെ കാലത്തെ ബോർഡാണ്. ആ ബോർഡ് 3 വർഷമാണ് കാലാവധി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ 2024 പുതിയ അംഗങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ടതെന്ന് തോന്നുന്നു. അവർക്ക് ഇനിയും കാലാവധി ഉണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ ഈ മുനമ്പത്തിലടക്കം ഈ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ചില തീരുമാനങ്ങൾ നിലവിൽ വഖഫ് ബോർഡിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് ലീഗിന്റെ പ്രതികരണത്തിന് കാരണം അതാണല്ലോ, അല്ലേ? അസ്മതി, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത കൊടുത്തിരുന്നു. ഈ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കം ലീഗിന്റെ ഭാഗത്തുനിന്നുണ്ട് എന്നും ഈ വഖഫ് ബോർഡിൽ ഇപ്പോൾ ഇടത് സർക്കാർ നിയമിച്ച 4 അംഗങ്ങൾ, അതിൽ ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെ വരും. ആ ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ള 4 അംഗങ്ങൾ അയോഗ്യരാണ് എന്ന് കാണിച്ചുകൊണ്ട് ലീഗിലെ ഒരു വിഭാഗം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. അവരോട് പൊതുതാൽപര്യ ഹർജിയായി ആ പരാതി വീണ്ടും സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരുടെ 4 പേര്, ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെ 4 പേർക്കും യോഗ്യതയില്ല എന്നും അവർ തെരഞ്ഞെടുക്കപ്പെട്ട കോട്ടയിൽ അവർക്കുള്ള യോഗ്യത തെളിയിക്കുന്ന ഒരു രേഖയും വഖഫ് ബോർഡിൽ ഹാജരാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഹർജിക്കാർ പറയുന്നത്. അക്കാര്യം ഇപ്പോൾ മന്ത്രി സ്ഥിരീകരിക്കുന്നു. അങ്ങനെ ഒരു ഹർജിയുണ്ട്, അതിൽ പരിഗണിക്കപ്പെടുന്നുണ്ട്. അത് സർക്കാരിന്റെ പരിഗണനയിലാണ് എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന്റെ ചെയർമാൻ KS ശംസി ഉൾപ്പെടെ അവിടെയുള്ള 4 അംഗങ്ങൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളെയും മാറ്റി UDFന്റെ അധീനതയിലുള്ള, UDFന്റെ നിയന്ത്രണത്തിലുള്ള, UDF നോമിനേറ്റ് ചെയ്യുന്ന ഒരു വഖഫ് ബോർഡാക്കി മാറ്റാനുള്ള നീക്കം ലീഗിന്റെയും UDF സർക്കാരിന്റെയും ഭാഗത്തുണ്ട് എന്നുള്ളതാണ്. സ്മൃതി സൂചിപ്പിച്ച പോലെ മുനമ്പം പോലെ വളരെ നിർണായകമായ വിഷയങ്ങൾ വഖഫ് ബോർഡിന് മുന്നിലുള്ളപ്പോഴാണ് ഇടത് സർക്കാർ നിയമിച്ച വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിക്കാനുള്ള നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.